കുന്നിൻ്റെ മുകളിൽ നിന്ന് കടലും തീരവും നോക്കുമ്പോൾ അതൊരു അതുല്യമായ സൗന്ദര്യാനുഭവമാണ്. നീല നിറത്തിൽ വിരിഞ്ഞ കടലും അതിനോട് ചേർന്ന് മണൽത്തീരവും ഒരുമിച്ച് നിൽക്കുമ്പോൾ അതാരോ സൂക്ഷ്മമായി വരച്ച ചിത്രം എന്ന പോലെ തോന്നുന്നു. ഒരുപക്ഷെ നമ്മൾ പരിചയമുള്ള ലോകത്തെ കടന്നുപോയി ഏതോ മറ്റൊരു ഡയമെൻഷനിൽ എത്തിയതുപോലെയുള്ള അത്ഭുതവും മനസ്സിൽ നിറയും. ആ കാഴ്ചയൊന്ന് കാണുന്ന മാത്രയിൽ തന്നെ ഉള്ളിലെ എല്ലാ ക്ഷീണവും അപ്രത്യക്ഷമായി. മനസ്സിനൊരു പുതുജീവൻ വന്നു. കടലിൻ്റെ ആ സൗന്ദര്യം കണ്ട് വേഗത്തിൽ തന്നെ ആ തീരത്തെത്തണം എന്നൊരു ആവേശവും തിടുക്കവും മനസ്സിലുണ്ടായി. ഡർട്ടിൽ എന്ന പ്രശസ്തമായ കടൽ തീരത്തെ പാറ ദൂരെ നിന്ന്, പ്രത്യേകിച്ച് മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിശയകരമായ സൗന്ദര്യം നിറഞ്ഞ ഒരു കാഴ്ചയായി മാറുന്നു. നീല നിറത്തിലുള്ള കടൽ വെള്ളം വെളുത്ത ചുണ്ണാമ്പുകല്ല് പാറയെ ചുറ്റിപ്പറ്റി അലകളായി ഇടിച്ചു കയറുമ്പോൾ പ്രകൃതിയുടെ ശില്പശാലയിൽ രൂപം കൊണ്ട ഒരു വമ്പിച്ച വാതിൽപ്പടി പോലെ അത് തോന്നുന്നു. മുകളിൽ നിന്ന് കാണുമ്പോൾ പാറയുടെ വളവ്, കടലിൻ്റെ താളം, തീരത്തിൻ്റെ നിസ്സാരമായ മണൽപ്പരിപ്പുകൾ എന്നിവ ഒരുമിച്ച് ചേർന്ന് ഒരു ചിത്രകാരൻ്റെ ക്യാൻവാസിൽ വരച്ച മനോഹരമായ ദൃശ്യമായി തോന്നുന്നു. കടൽ വെള്ളം ദൂരെ മലമുകളിൽ നിന്ന് കണ്ടപ്പോൾ ഹൃദയത്തിൽ നിന്നൊരാകർഷണം തോന്നി. ആ നീല വിശാലതയിലേക്ക് ഒന്ന് നീന്തി കുളിക്കണമെന്നൊരു നിഷ്കളങ്കമായ ആഗ്രഹം മനസ്സിലുണർന്നു. കടൽ വളരെ ശാന്തമാണ്. വലിയ തിരമാലകളൊന്നുമില്ല. ഈ ബീച്ചിലെ തിരമാലകൾ സാധാരണയായി ശക്തിയില്ലാത്തതിന് പ്രധാന കാരണം അവിടുത്തെ ഭൗമശാസ്ത്രഘടനയും കടലിൻ്റെ സ്വഭാവവുമാണ്. ഡർട്ടിൽ ഒരു പ്രകൃതിദത്ത കല്ലുവാതിൽ രൂപത്തിലുള്ള തീരപ്രദേശമാണ്. ഈ കല്ല് രൂപവും ചുറ്റുമുള്ള പാറകളും കടലിലെ ശക്തമായ കാറ്റിനെയും തിരമാലകളെയും നേരിട്ട് തീരത്തെത്തുന്നത് കുറയ്ക്കുന്നു. അതിനാൽ തിരമാലകൾ വലിയ ശക്തിയോടെ അടിക്കാതെ ശാന്തമായി തീരത്തേക്കെത്തുന്നു. കൂടാതെ അവിടുത്തെ കടൽ പലപ്പോഴും ഷെൽട്ടേഡായിരിക്കും, അഥവാ വലിയ കാറ്റ് നേരിട്ട് ബാധിക്കാത്ത രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ വലിയ തിരമാലകൾ രൂപപ്പെടാൻ സാധ്യത വളരെ കുറവാണ്.